ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈ വീട്ടില് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാത്രവുമായിട്ടാണ്. ദിസ് ഈസ് അവർ പാപ്പം പാത്രം. നല്ല മഴയുണ്ടായിരുന്നു, അപ്പൊ ചായ കുടിക്കാൻ തരുന്നത്. ചായ ഇട്ടപ്പോഴാണ് കഴിക്കാൻ എന്തെങ്കിലും എടുക്കണ്ടേന്ന് കരുതിയത്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്താ നിങ്ങൾക്ക് എൻ്റെ ഇന്നത്തെ ഈ സ്നാക്സ് ബോക്സിൽ എന്തൊക്കെയുണ്ടെന്ന് കാണിച്ചു തരാന്ന്. അപ്പോൾ ഇത് ഞാൻ പെരേർ താമസത്തിന്റെ സമയത്ത് വാങ്ങിച്ച പാത്രമാണ്. എന്തെങ്കിലുമൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടി വാങ്ങിച്ചാ. ഇതിലെന്തൊക്കെയാ ഉള്ളതെന്ന് നമുക്ക് നോക്കാം. എനിക്കറിയില്ല എന്തൊക്കെയുള്ളത്. ഞാനിപ്പോൾ അങ്ങനെ സ്നാക്സ് അങ്ങനെ കഴിക്കാറില്ല. വല്ല കാലത്തൊക്കെ വല്ലതും കഴിച്ചാലേ ഉള്ളൂ. ഇന്ത്യയിൽ റീസെൻ്റ്ലി ഞാൻ കഴിച്ചത് അവലാണ്. അപ്പോൾ ഇതാണ് എൻ്റെ പലഹാരപാത്രം. ഇതിൽ ഇച്ചായാലും എന്തെങ്കിലും വാങ്ങിച്ചിട്ട് വരുന്നതൊക്കെ ഞാൻ ഇട്ട് വെക്കും. പിന്നെ ഞാൻ ഇപ്പോൾ പുറത്തേക്ക് അങ്ങനെ പോകാറുള്ളതുകൊണ്ട് അധികം ഒന്നും വാങ്ങിക്കാറില്ല. അപ്പോൾ ഉള്ള സാധനങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഫസ്റ്റ് തന്നെ എൻ്റെ ഫേവറേറ്റ് ഐറ്റം ആണ് ഇത്. വളയഞ്ചിറങ്ങര ബ്ലൂ പ്ലേറ്റ് എന്ന് പറഞ്ഞൊരു കാറ്ററിംഗ് ഏജൻസിയാണ്. അവർക്ക് ഷോപ്പും ഉണ്ട്. അവരുടെ ഏറ്റവും എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള സാധനമാണ് മസാല റസ്ക്. നമ്മൾ റെഡ് കുർക്കുറ കഴിക്കില്ലേ, ആ ടേസ്റ്റാണ് ഇത്. നല്ല ടേസ്റ്റാണ്. അപ്പൊ ഇതാണ് ഫസ്റ്റത്തെ ഐറ്റം. അപ്പൊ നിങ്ങൾ ആരെങ്കിലും വളയഞ്ചിറങ്ങര വഴി പോകുന്നുണ്ടെങ്കിൽ ബ്ലൂ പ്ലേറ്റ് കയറിയിട്ട് മസാല റസ്ക് വാങ്ങിച്ചൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ. അടിപൊളിയാണ്, സൂപ്പറാണ്. നെക്സ്റ്റ് ഐറ്റം ഒരു ചായ വാങ്ങിച്ചോന്ന് വെച്ചതാ. ഇതെന്നതാ, മുറുക്കാണ്. മുറുക്ക് എനിക്ക് ഇഷ്ടമല്ല. ഈ സാധനം എനിക്ക് ഇഷ്ടമല്ല, പൊളിച്ച് കേട്ടു. ദിസ് ഈസ് ദ അയ്യോ പറഞ്ഞു തീർച്ചയായി. ദിസ് ഈസ് ദ നെക്സ്റ്റ് ഐറ്റം. എനിക്ക് ഇങ്ങനത്തെ ഐറ്റം താല്പര്യമില്ല. എനിക്ക് മസാല റസ്ക് ഭയങ്കര ഇഷ്ടമാണ്. റസ്ക്. അടുത്തത് മുറുക്ക്. അടുത്തത് ഒരു കേക്ക് ഇരിപ്പുണ്ട്. ഇത് ചേട്ടായി കഴിഞ്ഞ ശനിയാഴ്ചയാണോ എന്നോ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് കൊണ്ടുവന്ന കേക്കാ. നല്ല കേക്കാ, നല്ല സോഫ്റ്റ് കേക്കായിരുന്നു. പക്ഷെ ഇപ്പൊ ദേ മടിപ്പത്തലും അല്ലേ. ക്യാരറ്റ് കേക്കാണ് കേട്ടോ. ഇന്ന് എത്രാം തീയതി? ഒക്ടോബർ 25 വരെ ഉണ്ട്. അപ്പൊ നെക്സ്റ്റ് ഐറ്റം കേക്ക്. എന്താ, ഫ്രൂട്ടി. പണ്ട് ഫ്രൂട്ടിയൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇത് ഈ റീസെൻ്റ്ലി ഞങ്ങൾ ഷോപ്പിങ്ങിന് പോയപ്പോൾ അവിടെ കണ്ടപ്പോൾ വൈകുന്നേരം കഴിക്കാൻ വേണ്ടി വാങ്ങിച്ച ഫ്രൂട്ടി. ഒരെണ്ണം ഇരിപ്പുണ്ട്, കുറച്ച് കഴിക്കാം. ബ്രെഡ് പോലെ തന്നെ, പക്ഷെ പണ്ട് എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ബ്രെഡിനേക്കാളും കൂടുതൽ ഇഷ്ടം എനിക്കിതായിരുന്നു. ഇത് മോഡേണിൻ്റെ ആണ് കേട്ടോ. ഫ്രൂട്ടി കഴിച്ചിട്ടുള്ളതിൽ ഒരു പ്രാവശ്യം വാങ്ങിച്ച് കഴിച്ചു. ഇതിൻ്റെ പിന്നെ ടൂട്ടി ഫ്രൂട്ടി ഒക്കെ ഉണ്ട്. വളരെ ടേസ്റ്റാണ്. മാറ്റിയേക്കാം, ഉറുമ്പ് വരുമോ. അടുത്തത് എൻ്റെ ഫേവറേറ്റ് എന്ന് പറയാം. കുറേ സാധനങ്ങളുണ്ട്. അതിലൊരു സാധനം വളരെ റേറ്റ് കുറഞ്ഞ പാർലിജി ബിസ്ക്കറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതാണെങ്കിൽ റീസണബിൾ പ്രൈസാണ്, നല്ല മധുരമാണ്. കട്ടൻ ചായയുടെ മുക്കി കഴിക്കാൻ ഏറ്റവും സൂപ്പർ സാധനമാണ്. കട്ടൻ ചായയിൽ മുക്കി അപ്പം തന്നെ വായിൽ വെച്ചോണം, ഇല്ലെങ്കിൽ താഴെ ചടിക്കും. ഉറപ്പുള്ള കാര്യം വായിലോട്ട് കിട്ടൂല. അതിൽ പകുതി എടുത്തു, ബാക്കി 2 ബാലൻസ് ഇരിക്കുന്നുണ്ട്. ഇപ്പം കഴിക്കാൻ എനിക്ക് തോന്നണില്ല, അതുകൊണ്ട് ഞാൻ കഴിക്കുന്നില്ല. അടുത്തേക്ക് പാർലിജി ബിസ്ക്കറ്റ്. എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക മലയാളികളുടെ വീട്ടിലും ഒരു 85% ആളുകളുടെ വീട്ടിലും കാണാൻ സാധ്യതയുള്ളൊരു ബിസ്ക്കറ്റാണ് പാർലിജി. അടുത്തത് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ. ഇത് എള്ളുണ്ട. എനിക്ക് ഭയങ്കര ഇഷ്ടം. എള്ളുണ്ട, പുല്ലുണ്ട ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇത് നമുക്ക് പീരീഡ്സിൻ്റെ സമയത്ത് വയറുവേദന വരുമ്പോൾ അത് കുറയാൻ ഇത് നല്ലതാണ്. മിക്കവാറും വാങ്ങിക്കാറുണ്ട്. നല്ല മധുരമുണ്ട്, ഹെൽത്തിയാണ്. അപ്പോൾ ഇപ്പോൾ ഈ കൂട്ടത്തിലുള്ള ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള സാധനം എന്ത് ചെയ്യണം. മധുരം ഹെൽത്തി ആണെന്ന് എനിക്കറിയില്ല, പക്ഷെ സാധനം ഹെൽത്തിയാണ്. ഇത് ഭയങ്കര ഇഷ്ടം എനിക്ക്. ഇച്ചിരി കട്ടി വേണം, ഇതിപ്പോൾ ഇച്ചിരി സോഫ്റ്റ് ആയിപ്പോയി.
പ്ലേറ്റ്, ഞാനല്ല ബ്ലൂ പ്ലേറ്റിലെ കപ്പ. പക്ഷെ എനിക്കിത് ഇഷ്ടമായില്ല. പിന്നെ കപ്പ ഞാൻ കഴിക്കാറുള്ള എനിക്ക് പൊളിച്ചു കിട്ടും. കപ്പ ഒഴുത്തല്ലോണം കഴിച്ചു നോക്കാം. നെക്സ്റ്റ് ഐറ്റം കപ്പലണ്ടി. വറുത്ത കപ്പലണ്ടി അല്ലെങ്കിൽ ഈ രീതിയിലുള്ള കപ്പലണ്ടി എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാവൂല. ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി മണ്ണൂർക്ക പോകണമെങ്കിൽ അവിടെ നല്ല ചൂട് കപ്പലണ്ടി ഇരുന്നൊരു കടയുണ്ട്, അവിടെ നിന്ന് വാങ്ങും. വളാഞ്ചിറക്കരയ്ക്ക് പോകണമെങ്കിൽ അവിടെ ഉണ്ട് വൈകുന്നേരം ആകുമ്പോൾ ബസ് സ്റ്റോപ്പിൽ കപ്പലണ്ടി ഇരിക്കുന്നൊരു ചേട്ടൻ. നല്ല കപ്പലണ്ടിയാണ്. എനിക്ക് അങ്ങനത്തെ ഇഷ്ടമാണ്, പക്ഷെ ഇതത്ര ഇഷ്ടമല്ല. ഇത് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ ഇത് എന്തിനാ ഇവിടെ വാങ്ങിച്ചു വെച്ചേക്കണേന്ന്. അടുത്തത് എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് അവലൊക്കെ ഉണ്ടല്ലോ, വെറുതെ എടുത്ത് കഴിക്കാം. കേക്കാവോ സൗണ്ട്? നല്ല ക്രിസ്പിയാണ്, അടിപൊളിയാണ്. ഇതിന് റൈസ് ഫ്ലേക്സ് എന്ന് കണ്ടാന്ന് ഇംഗ്ലീഷിൽ പറയാം. കോൺഫ്ലേക്സ് പറയില്ലേ, അതുപോലെ റൈസ് ഫ്ലേക്സ് എന്ന് തോന്നുന്നു, എനിക്ക് അറിയില്ല. നല്ല ടേസ്റ്റാണ്. ഇത് വെറുതെ പഞ്ചസാരയും കൂട്ടി കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ശർക്കരയും തേങ്ങയും കൂട്ടി കഴിക്കാൻ ഇഷ്ടമാണ്. ഈ അവൽ വെച്ചിട്ടുള്ളൊരു റെസിപ്പി വരുന്നുണ്ട് കേട്ടോ. അവലും പഴവും ഈ പാർലേജി ബിസ്ക്കറ്റും കൂടി സൂപ്പർ കോമ്പിനേഷനാണ്. ഇതാണ് നെക്സ്റ്റ് ഐറ്റം. പിന്നെ ഇത് ശർക്കരയാണ് കേട്ടോ, അവലിടാനുള്ള. ഇത് വീണ്ടും വേറെ ഏതോ ഒരു അവൽ കുറേ നാൾ മുന്നേ വാങ്ങിച്ച തീർന്നു. അപ്പം ഇത്രയൊക്കെയാണ് എൻ്റെ പലഹാരപാത്രം. കുറേ ഐറ്റംസ് കഴിച്ചില്ലേ? ചില ദിവസമായിട്ട് ഇതൊക്കെ ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല. ഞാൻ പിന്നെ അങ്ങനെ കഴിക്കാറില്ല. പിന്നെ എനിക്ക് കഴിക്കണമെന്ന് തോന്നുമ്പോൾ ചായ വാങ്ങിച്ചുകൊണ്ട് വന്ന സാധനങ്ങളാണ് കുഴിമന്തി, അൽഫാം, ഷവർമ്മ, പിന്നെ നല്ല ചിക്കൻ അതിൻ്റെ പേര് മറന്നില്ല, ചിക്കൻ കൊണ്ടാട്ടം, നല്ല പൊറോട്ട. ചിലപ്പോൾ അത്ര ഫുഡ് കഴിക്കാൻ വലിയ മൂഡില്ല എന്ന് എന്താണ്ടൊക്കെ കഴിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ ആ സമയത്ത് വാങ്ങിച്ചുകൊണ്ടിരുന്ന സാധനമാണ് ദോശയും നല്ല ചമ്മന്തിയും ചിക്കൻ 65. അല്ലാതെ ഞാൻ ഇങ്ങനത്തെ ഉപ്പ് സാധനങ്ങളൊന്നും കഴിക്കാറില്ല ഗൈസ്. അൺഹെൽത്തി. ഞങ്ങൾ നൈറ്റ് ഫുഡ് മാക്സിമം ഒഴിവാക്കും. ഇൻ കേസ് എന്തെങ്കിലും വിശക്കോ അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ മാത്രം ഈ സാധനങ്ങളൊക്കെ കഴിക്കുള്ളൂ. പറഞ്ഞപ്പോൾ കുറേ ഉണ്ട്, പക്ഷേ ആഴ്ചയിൽ ഒരു പ്രാവശ്യമോ മാസത്തിൽ ഒരു പ്രാവശ്യമൊക്കെയാണ് വാങ്ങിക്കാറുള്ളൂ. വൈകിട്ട് ഞങ്ങൾ അത്താഴം ഒഴിവാക്കിയിട്ട് ഇപ്പോൾ കുറേ വർഷങ്ങളായി. എന്തെങ്കിലും ചെറിയ സാലഡ്സോ പിന്നെ സ്മൂത്തീസോ അല്ലെങ്കിൽ ഫ്രൂട്ട്സ് അതൊക്കെയാണ് അത്താഴത്തിന് കഴിക്കുന്നത്. എല്ലാവരും ചോദിക്കും അയ്യോ വിശക്കൂലേന്ന്, പക്ഷെ അതൊരു റുട്ടീനായി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കിപ്പോൾ അങ്ങനെ വിശപ്പൊന്നുമില്ല. പക്ഷേ ഇൻ കേസ് നല്ല മഴയൊക്കെയാണ് എന്തെങ്കിലുമൊക്കെ തോന്നിക്കഴിഞ്ഞാൽ അപ്പം ഇച്ചിരി എന്തെങ്കിലുമൊക്കെ ഫുഡൊക്കെ വാങ്ങിച്ചിട്ട് വരും. അതുള്ളൂ. കണ്ടിന്യൂസ് രാത്രി നൈറ്റ് ഫുഡില്ല. പിന്നെ കഴിക്കണമെങ്കിൽ തന്നെ നേരത്തെ കഴിക്കും. ഇതൊക്കെ വീട്ടിലേക്ക് ആരെങ്കിലും കയറി വന്നാൽ അവർക്ക് കൊടുക്കണ്ടേ എന്ന് കരുതി വാങ്ങിച്ചു വെച്ചിരിക്കുന്ന സാധനങ്ങളാണ്. ഇടയ്ക്ക് ഇതുപോലെ ആരെങ്കിലും വരുമ്പോൾ ഒരുമിച്ചിരുന്ന് കഴിക്കും, അതല്ലാതെ കഴിക്കൊന്നുമില്ല. അവിടെ നല്ല മഴ കേട്ടോ. വീഡിയോ എടുക്കുന്ന സമയത്ത് പുറത്ത് നല്ല ഇടി മഴയാണ്. അപ്പം മഴ വന്നുകൊണ്ടാണ് ഇത് എടുക്കാൻ പോയത്, അല്ലെങ്കിൽ ഇത് കഴിക്കാറൊന്നുമില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടോ? അപ്പോൾ ഇതുപോലെയുള്ള വ്യത്യസ്തമായ വീഡിയോകളുമായി വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ. പിന്നെ ഇതുപോലൊരു പാത്രം എൻ്റെ വീട്ടിൽ വന്നത് അങ്ങനെ എല്ലാവർക്കും കിട്ടുന്ന ഭാഗ്യമൊന്നുമല്ല. ഇതുപോലെ പലഹാരമൊക്കെ എടുത്ത് വെക്കാൻ പറ്റുക, അതിൽ നിന്ന് എടുത്ത് കഴിക്കാൻ പറ്റുക എന്നൊക്കെ. ഒരു നേരത്തെ ആഹാരത്തിന് ബുദ്ധിമുട്ടുന്ന ഒത്തിരി ആളുകളുണ്ട്. നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മളാലാവുന്ന സഹായം നമുക്ക് ചെയ്യാം. ഓക്കെ. അവർക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കാം. കാരണം ആഗ്രഹിച്ചിട്ട് കഴിക്കാൻ പറ്റാത്ത ഒരു ബിരിയാണി പോലും ഇന്നുവരെ കഴിക്കാൻ പറ്റാത്ത ഇഷ്ടംപോലെ കുട്ടികളുണ്ടാവും. ഒരു നാരങ്ങ വെള്ളമോ സമൂസയോ അല്ലെങ്കിൽ പപ്സോ ഒന്നും കഴിക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടുന്ന ഇഷ്ടംപോലെ ആളുകളുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതേ ഉള്ളൂ. എല്ലാവരെയും ദൈവം സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.